ഇതെല്ലാം കൂടെ ഒറ്റയ്ക്ക് നടക്കൂല. പിങ്കിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾ കഴിയായിരുന്നു. അപ്പച്ചി, അയ്യോ പിങ്കി, എവിടെ ചിന്തിക്കുന്നു അവിടെ പിങ്കി. ശൗചാലയം ഒന്നല്ലേ? നീ അങ്ങനെ ചിന്തിക്കാതെ. എന്തായാലും നീ ഒന്ന് വന്നിരുന്നെങ്കിൽ മനസ്സിൽ വിചാരിച്ചപ്പോഴത്തേക്ക് നീ കയറി വന്നു. ഇതൊക്കെ കൂടെ എടുത്തോണ്ട് ഇങ്ങോട്ട് നിന്ന് കയറി വന്നേ. ഇവിടെ വയ്ക്കേ? ഇവിടെയാ? പിന്നെ ഇത്രയ്ക്ക് ബോധമില്ല. ഇതൊക്കെ അടുക്കളയല്ല വെക്കണത്. പിന്നെ എവിടെ വയ്ക്കണം? കൊണ്ടുവച്ചാണ് അപ്പച്ചി. ചുമ്മാ ഞാൻ ഇവിടെ പ്ലേറ്റ് കഴുകി തുടച്ചോണ്ടിരിക്കണം. കൊണ്ടുപോയി പിങ്കി. ഇവിടെ കൊണ്ടുവച്ചിട്ട് പെട്ടെന്ന് വാ. എനിക്ക് നിന്റെ അടുത്തൊരു അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട്. കൊണ്ടുവച്ചിട്ട് വാ. എനിക്ക് വെള്ളം വേണം. അതൊക്കെ തരാം. ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. നിനക്ക് ഭയങ്കര സന്തോഷമാകും കേൾക്കുമ്പോ. പിങ്കി ആരാണ്? എന്താ അപ്പച്ചി? വെള്ളമാണ്, കുഴപ്പമില്ല. മക്കളെ പിങ്ക, ഓണം വരെയാണ്, അറിയാലോ അല്ലേ? അറിയാം. ഓണം വരെയാണ്. നമ്മൾ വീടൊക്കെ വൃത്തിയാക്കി ഇടണം, ഇല്ലെങ്കിൽ ഐശ്വര്യ ദൈവത ഇറങ്ങിപ്പോവും. ഉത്തരവാദിത്തം ആർക്കാണ്? 2 ക്ലാസ് കഴിഞ്ഞാണ്. ആണല്ലേ? മക്കളെ ആ തേങ്ങ ഒന്ന് എടുക്കും. തേങ്ങയാ? തേങ്ങ കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്. എന്നാ അതെടു. എന്തിന്? പക്ഷെ എല്ലാം അറിയണോ പിങ്കി നിനക്ക്? ആ തേങ്ങ എടുത്ത് പൊട്ടിച്ചിട്ട് പെട്ടെന്ന് തിരുവ്. ഞാൻ പൊട്ടിക്കണോ? വേണമെങ്കിൽ നീ ഒരു 5 പേരെ കൂടെ വിളി. എവിടെ ഇരിക്കണ്? ഇതാണ് നോക്ക്, അവിടെ ഇരിക്കുന്നു. ഇവിടെ പെട്ടെന്ന് ഒന്ന് അനങ്ങി അങ്ങോട്ട് ചെയ്യ. അങ്ങോട്ട് എന്തോന്ന് അപ്പച്ചി? എന്നെ ഗണപതി പോവാതെ. എന്താണ് ഇത്? പഴം കടിക്കണോ ക്ഷേത്രം? അത് ഇടി അടുക്കളയാണ്. എങ്ങനെയാണ് തേങ്ങ പൊട്ടിക്കണത്? എനിക്ക് അറിഞ്ഞോട്ടോ അപ്പച്ചി, എനിക്കൊന്നും ശീലല്ല. ഇടി ആ വെട്ടുകത്തി എടുത്തിട്ട് ഇങ്ങനെ വെട്ടി പൊളക്കാതെ. വെട്ടി പൊളക്കാനും? പിന്നല്ലാതെ മാറങ്ങോട്ട്. ഒരു അത്യാവശ്യം മനസ്സിരിക്കുമ്പോഴത്തേക്ക് ഇതല്ലേ ഇതല്ലേ തന്നെ. ഇതെന്തെങ്ങനെ ഇരിക്കണ? എനിക്കറിയാം ഇതൊക്കെ നിന്റെ അഭിനയാണെന്നേ. നിനക്കൊന്നും അറിഞ്ഞൂടാ പെട്ടെന്ന്. ഇതെന്തോന്ന് അപ്പച്ചി? ഇനിയിപ്പോ ഇതങ്ങനെ? അയ്യോ, ഒരു പീസ് ചെറുതായി പോയി. കുഴപ്പമുണ്ടോ? എനിക്കെന്ത് കുഴപ്പം? നീയല്ലേ തിരുവണത്. നിന്റെ സൗകര്യത്തിനല്ലേ നീ വെട്ടണത്. ഞാൻ തന്നെ തിരുവേം ചെയ്യണോ? ഓ, പിന്നെ ആര് തിരുവാൻ? എന്തോന്ന് അപ്പച്ചി? ഇതാണ് ഞാൻ പറഞ്ഞ അവിടെ വെട്ടണ്ട. ഇത് കഴുകി എടുക്കാം. ഇത് തിരുവാം. എന്നാ തിരുവ്. പിന്നെ പൊന്നു പിങ്കി, നീ പെട്ടെന്ന് ക്ലീൻ ചെയ്ത് ഇഷ്ടം പോലെ കുടി 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 ഉണ്ടായി അങ്ങനെയെങ്കിലും മാറി. പിങ്കി, ഇത് നീ ക്ഷീണിച്ചിരിക്കല്ലേ, നീ കുടി. ഒരുമാതിരത്തൊരു ടേസ്റ്റ് അല്ലേ? അതുകൊണ്ടായിരിക്കും എനിക്ക് തന്നല്ലേ. ഇടി ഇത് പെട്ടെന്ന് ചെയ്യാം. കാരണം ഇവിടുത്തെ അടുക്കള പണിയൊക്കെ നമുക്ക് തീർത്തിട്ടാണ് നമുക്ക് അടുത്തടുത്ത സ്ഥലങ്ങൾ ക്ലീൻ ചെയ്യാൻ പോകും. എന്താണ് ഇതെല്ലാം ക്ലീൻ ചെയ്യാനുണ്ട്. ഇത് പെട്ടെന്ന് ഇത് കൈ കൊണ്ട് ഇങ്ങനെ എടുത്ത് തന്നാ മതിയോ? ഇടി പോയി ചെലവേട്. അതുകൊണ്ട് ഞാൻ എടുക്കണോ? അതൊക്കെ എടുത്ത് തന്നൂടെ? ഞാൻ നിനക്ക് ചെലവെടുത്ത് തരണോ? അവിടെ ആ പാത്രം അവിടെ. ഏത് പാത്രം? ഇടി പോയി ചെലവേട് പിങ്കി. എന്റെ ദൈവമേ. പാത്രം തരുമോ ഒരെണ്ണം? ഇവിടെ കുക്കിങ്ങും ക്ലീനിങ്ങും കൂടെ ഒരുമിച്ച് നടക്കൂല. ഇവിടെ മൊത്തം വെള്ളം. ഞാൻ എങ്ങനെ ഇവിടെ അതൊക്കെ അല്ല, ഇനി ഇതിന്റെ വണ്ണ കയറണം എങ്ങനെ? പിന്നെ ചെലവുണ്ട്. ഓ, ഇനിയിപ്പോ ഞാൻ തറയിലും കൂടെ ഇരുന്ന് ചെലവാ. പിന്നെ ഇവിടെ ഇരുന്ന് ചെലവാനാ? പിന്നെ അല്ലാണ്ട്. കൊള്ളാം. എനിക്കറിയണം നിന്റെ പല്ല് പോവേ ഉള്ളൂ പിങ്കി. അല്ല, ഈ പറത്ത തുണി ശരിയാണ്. ഇനിയിപ്പോ എന്റെ ഭർത്ത അങ്ങനെ കയറും. ഈ പീസാ നീ തരാൻ പോണത്? ഓ അമ്മേ, ഇതാണ്ട് ഇതും കൂടെ ഇട്. അത് വേണ്ട അപ്പച്ചി, അതൊരു സുഖമില്ല കാണാൻ. ഇത്ര തേങ്ങ എന്തിനാവാൻ പിങ്കി? അങ്ങോട്ട് തിരികെ ഇത് വെച്ച് ഉണ്ടാക്കിയാ മതി. കളിക്കല്ലേ. എന്തോന്നാ അയ്യോ, പണിയെടുത്ത് മനുഷ്യനെ നടുവൊടിഞ്ഞ് എല്ലാരും കൂടെ ഈ വീട് മൊത്തം എന്നെ കൊണ്ട് വൃത്തിയായിപ്പിക്കുള്ളൂ. എനിക്ക് വയ്യ. കറക്റ്റ് സമയപ്പോ റിങ്കി ഇവിടുന്ന് പോവുകയും ചെയ്ത്. ദൈവമേ. അയ്യോ, കുറച്ചേരം കൂടെ പണിയെടുത്ത് കഴിഞ്ഞാൽ എന്നെ ഉടനോടെ സ്വർഗത്തിൽ എടുക്കാമേ. ഇനിയിപ്പോ എന്തോ ചെയ്യും? കൈ വയ്യെന്ന് പറഞ്ഞാല വേണ്ട. ഒരു കൈ വയ്യെങ്കിൽ മറ്റേ കൈ കൊണ്ട് അവരുടെ അടുത്ത് പണിയെടുക്കാൻ പറയും. അത് വേണ്ട.
നടുവേദന എന്ന് വേണ്ട, സ്ഥിരം എടുക്കുന്ന അടവായവർക്ക് മനസ്സിലായി. കാല് വേന്ന് പറയാം. കാല് ഒടിയണ്ട, വേറെ എന്തെങ്കിലും പറയാം. ഇപ്പം ഇങ്ങനെ വന്ന് വീഴണം, ഇങ്ങനെ വന്ന് വീണം, നടുവേ പോളൂ. അതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ വീണാല് വേണ്ടല്ലേ, വേണ്ട. ഈ കാല് കുത്തി വീഴാം. ഇങ്ങനെ ഇങ്ങനെ വീഴാം. കുറച്ചൊരു അയ്യോ അയ്യോ, ആരെങ്കിലും ഓടി വരണേ, ഞാൻ വീണേ. അപ്പച്ചി ഓടി വരണേ, അപ്പച്ചി അങ്കളെ ഓടി വാ, എനിക്ക് വയ്യ. അയ്യോ ഞാൻ കാലും കുത്തി വീണേ. അയ്യോ എന്നെ നടു ഒടിഞ്ഞേ. അയ്യോ അയ്യോ, ചേട്ടാ വേദനിപ്പിക്കാതെ. പിന്നെ നീ നോക്കൂ. പിന്നെ ആശുപത്രി കൊണ്ടുപോകാ. ഓ കൊണ്ടുപോ. പക്ഷെ കൈയൊക്കെ ചുമന്ന് കിടക്കണം. നീ തുണി തുടച്ചോളൂ, ആശുപത്രി എടുത്തോണ്ട് പോ. ആശുപത്രി കൊണ്ടുപോണ്ട, എന്ത് അവര് സൂചി കുത്തും. അശ്ശേ, ഇവളെന്തോന്നിനും കൊച്ചുകുട്ടികളെ പോലെ. കാല് വല്ലം മുറിഞ്ഞാ ചുമ്മാ ഇടാ. ചേട്ടാ ദുഷ്ടൻ. നോക്കണ്ടേ എന്തെങ്കിലും പറ്റിയെന്ന്. നിങ്ങൾ ആര് ഡോക്ടറാ നോക്കേ? അപ്പൊ ഡോക്ടറെ അടുത്ത് പോവാം. ഡോക്ടറെ അടുത്ത് പോണ്ട. അതല്ലേ നോക്കിയത്. എന്നാ നോക്ക്. ഇനി നോക്കട്ടെ, നോക്കട്ടെ. നോക്കട്ടെ, തുടർന്ന് വിളിക്കണേ. നോക്കണില്ല. കണ്ട കണ്ട ചേട്ടാ, ചേട്ടൻ ഇത് വല്ലതും അറിയാമോ? നീരുണ്ട്, ആവശ്യമില്ലാത്ത കുഴപ്പമുണ്ടാക്കി വെക്കല്ലേ. ഏതാണ്ട് 10-15 വർഷമായിട്ട് ഈ ഇങ്ങനെ തടവണതിന്റെ എക്സ്പീരിയൻസ് ഒക്കെ എനിക്കുണ്ട്. ഇതിപ്പോ കറുത്ത തന്നെ ആണെന്ന് തോന്നുന്നു. ഇതൊക്കെ മുറിഞ്ഞിരിക്കുന്നത് ഡെയിലി വീടൊക്കെ വേണമെന്നാണ് തോന്നുന്നു. ഇത് നീരൊന്നും ഇല്ലല്ലോ. ഇത് ഉടനെ വരാൻ എന്തോന്ന് നീരല്ലേ, കുറച്ച് കഴിയുമ്പോ വരുള്ളൂ അല്ലേ? കുറച്ച് കഴിയുമ്പോ വരുമോ? എനിക്കാണല്ലോ ഇവിടെ എന്തിനു വേണമെന്ന്. ഒരു കാര്യം ചെയ്യും, കുഴമ്പിടാ. നീ കുഴമ്പല്ല എടുത്തു പോയി അണിച്ചു വാ. അയ്യോ എനിക്ക് പിന്നെ ഇവിടെ ഇരുന്നു. പയ്യ